സംസ്കാരം സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം പിടിച്ച ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ജീവനക്കാരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ലെന്നതാണ് സർക്കാർ നിലപാട്. അതേസമയം മസ്റ്ററിംഗിലടക്കം തട്ടിപ്പ് നടന്നുവെന്നാണ് വിലയിരുത്തൽ. കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചുപിടിക്കുമെന്ന് മാത്രമാണ് ധനവകുപ്പ് പറയുന്ന കാര്യം. സർക്കാർ പേറോളിൽ ഉൾപ്പെടെ എത്ര പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നതിന്റെ ലിസ്റ്റാണ് ധനവകുപ്പ് പുറത്തുവിട്ടത്. എല്ലാ വകുപ്പുകളിലുമുണ്ട് അനർഹർ. കർശന നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് ലിസ്റ്റ് ധനവകുപ്പ് അതാത് വകുപ്പ് മേധാവികൾക്ക് കൈമാറിയിട്ടുള്ളത്. അനർഹരുടെ പട്ടികയിൽ വ്യക്തിഗതമായ പരിശോധനയാണ് നടക്കുക. സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം. സർവീസിൽ പ്രവേശിച്ചിട്ടും സാമൂഹിക ക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റുന്നവരുമുണ്ട്. മസ്റ്ററിംഗിലും ഇവരെ പിടിക്കാനാകാത്തതിന് കാരണം തദ്ദേശ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണ കൂടിയുള്ളത് കൊണ്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുന്നതാണ് പതിവ്. അനർഹർ പട്ടികയിലുണ്ടെന്ന് CAG കണ്ടെത്തിയിട്ടും സർക്കാർ വലിയ കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് പെൻഷന് വൻ തുക വേണ്ടി വന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത്. AKM പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് പിടിച്ചത്. നടന്നത് വലിയ തട്ടിപ്പാണെങ്കിലും പണം തിരിച്ചു പിടിക്കുന്നതിനപ്പുറം പേര് വിവരങ്ങൾ പുറത്തുവിടാൻ നീക്കമില്ല. രാഷ്ട്രീയ സമ്മർദ്ദം അടക്കം ഇതിന് കാരണമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാർ 10,000 കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുവഴി 50 കോടിയാണ് ഖജനാവിന് നഷ്ടമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് 1458 ജീവനക്കാരുടെ തരികിട വെളിപ്പെട്ടത്. 3 വർഷത്തിനിടെ ഇവർ 8.40 കോടി രൂപയാണ് കൈപ്പറ്റിയത്. എന്നാൽ 2022 CAGയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 9201 ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായും 39.27 കോടി നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ജില്ലാതല പട്ടികയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇവരെയും ചേർത്താൽ 10,659 ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നുണ്ട്. CAG റിപ്പോർട്ടിന് പിന്നാലെ ഇത്തരക്കാർ സ്വയം പിന്മാറണമെന്ന് ധനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഇങ്ങനെ പിന്മാറിയവരുടെ കണക്ക് വരുമ്പോൾ തട്ടിപ്പുകാരുടെ എണ്ണം കൂടും. അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുടെ കണക്ക് പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് കണ്ടെത്തിയാൽ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് സൂക്ഷ്മമായി പരിശോധിക്കാനും ധനമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാർ 29,622.67 കോടിയും രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 32,100 കോടിയുമാണ് ക്ഷേമ പെൻഷനായി ചെലവാക്കിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹ്യ കരുതലായി നൽകുന്ന തുകയാണ് തട്ടിയെടുത്തത്. പണമില്ലാത്തതിനാൽ 4 മാസത്തെ പെൻഷൻ ഇതുവരെ കുടിശ്ശികയാണ്. ഇതിനൊപ്പം തന്നെ KSEBയിൽ 10ാം ക്ലാസ് തോറ്റ ആളുകൾ വരെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ നടക്കുന്ന ഇത്തരത്തിൽ അശ്രദ്ധ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളും അതിന് സർക്കാർ നൽകുന്ന ഒത്താശയും എന്തായാലും ജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. അനർഹരായി പെൻഷൻ പറ്റുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനുള്ള ധാർമ്മികത സർക്കാരിന് ഉണ്ടാവേണ്ടതാണ്.